ഫ്രണ്ട്സ്, വെൽക്കം ടു മുല്ലാസ് കുസീന. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയായ ഒരു കേക്കിൻ്റെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നതിലേക്കായി 180 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മധുരമാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ 1.25 കപ്പ് പഞ്ചസാര എടുക്കാം. ഈ പഞ്ചസാര നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. ഇതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം 10 ഏലക്കയും കൂടി അതിലേക്കിട്ട് ഇത് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം. ശേഷം ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് 3 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുട്ട പഞ്ചസാര മിശ്രിതം തയ്യാറായിട്ടുണ്ട്. ഇനി കേക്കിന് മാവ് കുഴിക്കുന്നതിലേക്ക് കടക്കാം. ഞാനിവിടെ 1/2 കിലോ മൈദയാണ് കേക്ക് ഉണ്ടാക്കുന്നതിലേക്കായി എടുത്തിരിക്കുന്നത്. ഈ മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 3 തുള്ളി വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷവും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പൊടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട പഞ്ചസാര മിശ്രിതം ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിലേക്കായി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. പാൽ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ നമ്മുടെ പൊടി നന്നായി കുഴയുന്ന ആവശ്യത്തിലേക്ക് മാത്രം എടുത്താൽ മതിയാവും. ഏകദേശം ഒരു 1/4 കപ്പ് പാലിൻ്റെ ആവശ്യം മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. നമുക്കിനി ഈ മാവ് നന്നായി കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴിച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ശേഷം നമുക്ക് ഈ മാവ് ഒന്നുകൂടി നന്നായി കുഴിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന ആവശ്യത്തിലേക്കായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലേക്ക് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ കേക്കിൻ്റെ പുറകുവശം മാത്രം ഫ്രൈ ആവുകയും അകവശം വേവാതിരിക്കുകയും ചെയ്യും. പിന്നീട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ഈ കേക്കിന് കളർ വേണമെങ്കിൽ 2-3 തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കളറും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്താൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകവശം ചുവന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകുവശം ഒരു ഇളം ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് കേക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ നമുക്ക് കേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.